എൻ്റെ കുറേ ജനറൽ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോസിനോടൊപ്പം വേറൊരു വീഡിയോയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊതുവിനെ പറ്റിയാണ്. നമുക്ക് ഹെൽത്ത് മിനിസ്റ്ററൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നടക്കാതെയും ഉണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. ഈ കൊതുക് സത്യത്തിൽ നമ്മുടെ ബ്ലഡ് വലിച്ചെടുക്കുകയുള്ളൂ. എന്താ പ്രശ്നം ഉണ്ടാകുന്നത്, കാലിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കൊഴുപ്പുണ്ടോ, നമ്മുടെ കൊഴുപ്പ്, ബോഡിക്കകത്തൊരു കൊഴുപ്പുണ്ട്, കഴിക്കുന്ന ആഹാരത്തിൽ അടിഞ്ഞുകൂടുന്നത്. അത് കാലിലാണ് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഈ കാലിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫില്ലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കൊഴുപ്പുള്ളിടത്ത് വന്ന് കൊതുക് കുത്തുകയാണെങ്കിൽ, ആ കുത്തുന്ന സമയത്ത് അവിടെ ഒരു ഹോളുണ്ടാവും. പക്ഷേ ഈ കൊതുകിനൊട്ട് ബ്ലഡ് ഒട്ട് കിട്ടത്തുമില്ല, കൊഴുപ്പാണ് അവിടെ അടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൊഴുപ്പിലോട്ട് ഈ എയർ കയറുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാവും, പുഴു ഉണ്ടാവും. ആ പുഴു ഇങ്ങനെ സ്പ്രെഡായി വളർന്ന് ചൊറിച്ചിലുണ്ടായി പൊട്ടി, അങ്ങനെയാണ് ഈ ഇതുണ്ടാകുന്നത്. ചൊറിച്ചിലും പൊട്ടലും മന്ദിരവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ എയർ കയറി, ഇത് കൊഴുപ്പിൻ്റെ അകത്ത് എയർ കയറും, ബ്ലഡ് ഇട്ട് കൊതുവിന് കിട്ടത്തുമില്ല. അതേസമയം കൊതുക് വന്ന് ഈ കൊഴുപ്പില്ലാത്തിടത്ത് നിന്ന് വന്ന് രക്തം വലിച്ചെടുക്കുകയാണെങ്കിൽ അത് കിട്ടി, അത് പ്രശ്നം കൂടും. പക്ഷേ കൊഴുപ്പിനകത്ത് വന്നിരുന്ന് ഇത് ഇൻജെക്റ്റ് ചെയ്ത് എയർ അകത്ത് കയറി അപ്പോഴാണ് ചൊറിച്ചിലുണ്ടാകുന്നത്, ഭയങ്കര ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ കാലിലൊക്കെ സോക്സൊക്കെ ഇട്ട് നടന്നാൽ, കൊതുകുള്ളിടത്ത് സ്ഥലത്ത് സോക്സൊക്കെ ഇട്ട് നടന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാര്യം കാലിൽ മിക്കവാറും എല്ലാവർക്കും കൊഴുപ്പുണ്ടാവും. ചിലർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് ആയിരിക്കും, ചിലർക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സൂക്ഷിച്ച് വളരെയധികം ലൈറ്റൊക്കെ അടിച്ച് നോക്കിയാൽ, ഡോക്ടേഴ്സ് ലൈറ്റൊക്കെ അടിച്ച് നോക്കുമ്പോൾ അവർക്ക് കൊഴുപ്പിരിക്കുന്ന സ്ഥലം കാണാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിലുള്ള ടോർച്ചോ ലൈറ്റൊക്കെ അടിച്ച് നോക്കുകയാണെങ്കിൽ കാലിൽ വെളുത്ത ശരീരത്തിലാണെങ്കിൽ കാണാൻ പറ്റും, കറുത്തയിലാണെങ്കിൽ പാടാണ്. കറുത്ത തൊലിയുള്ളവർക്ക് കാണാൻ പാടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൊഴുപ്പ് കാലിലാണ് ഏറ്റവും കൂടുതൽ അടിഞ്ഞു കൂടുന്നത്. കാരണം ആ കൊഴുപ്പ് വളർന്ന് കൂടി ഫില്ലായി മുകളിൽ വരുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ആവും എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ID റെജി IPS എന്നൊരു ചാനലുണ്ട്. പിന്നെ വേറൊരു ചാനലിൽ റെജി മാത്യു പൊന്തറയിൽ നിന്നുണ്ട്. പിന്നെ വേറൊരു ചാനലും കൂടെ ഉണ്ട്, റെജി മാത്യു .പൊന്തറയിൽ നിന്നും കൂടെ ഉണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു 1600 വീഡിയോസ് ഉണ്ട്. പിന്നെ പ്ലേലിസ്റ്റിൽ ഒരു 774 സോങ്സ്, അത് പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ കാണും. എൻ്റെ ജനറൽ വീഡിയോസ് ഇത് കണക്കുള്ള വീഡിയോസൊക്കെ എത്രയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.